ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷുസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി പറഞ്ഞിട്ട് എൻ്റെ സ്കാനിങ്ങിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന്. അപ്പോൾ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ നല്ലൊരു വിശേഷം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വൈശാഖേട്ടൻ വന്നു. അതെന്നെ വലിയൊരു സമാധാനം. ഓ മൈ ഗോഡ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് എനിക്ക്. കാരണം നിങ്ങൾക്കറിയാലോ, ഈ ഒരു 9 months ഞാൻ ഒറ്റയ്ക്ക് കിടന്നിങ്ങനെ ഓട്ടമായിരുന്നു. അപ്പോൾ അതിലേക്ക് എനിക്ക് ഏട്ടനെ കിട്ടിയപ്പം എൻ്റെ ഡെലിവറിക്ക് ആകെ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 3ാമത്തെ ബേബിയാണ് വരുന്നത്. ഇതുവരെ ഡെലിവറിക്ക് എനിക്ക് ആ മനുഷ്യനെ കിട്ടിയിട്ടില്ല. അപ്പം ഈ ഡെലിവറിക്കെങ്കിലും കെട്ടിയവനടുത്ത് കിട്ടിയൊരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പം ആ ഒരു സന്തോഷം, അതിൽ പരം വലിയ വിശേഷം എന്ന് പറയാൻ ഇപ്പം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത് തന്നെയാണ് വലിയ സന്തോഷം കേട്ടോ. അതിലെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏട്ടൻ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സ്, അതുപോലെ തന്നെ എൻ്റെ ഇൻബോക്സ്, എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജസ്, ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേര് എന്നെ ഒരു സിസ്റ്ററിനെ പോലെ, അല്ലെങ്കിൽ ഒരു മോളെ പോലെ, അല്ലെങ്കിൽ ഒരു ചേച്ചിയെ പോലെ, ഇങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരൊക്കെയായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിരുന്നോ, അല്ലെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ വീഡിയോസിലാണെങ്കിലും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ കുറേയെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. നിങ്ങൾ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതുള്ള ഒരു സ്നേഹം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്നേഹം എനിക്ക് തരുന്നതിന് ഒരുപാട് പേര്, അതായത് ദൃശ്യ സന്തോഷിച്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അല്ലെങ്കിൽ മോളെ ഇനിയെങ്കിലും നീ ഒന്ന് റെസ്റ്റ് എടുക്ക്, നീ സന്തോഷമായിട്ടിരിക്കുക, ഹസ്ബൻഡ് വന്നില്ലേ, വൈശാഖമോ വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായത്. ഒരുപാട് എനിക്ക് ആ ദിവസങ്ങളൊന്നും എനിക്ക് ഞാൻ ഇപ്പോഴും ഓപ്പൺ ചെയ്യാത്ത കുറേ മെസ്സേജസും ഉണ്ടായിരിക്കാം. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് റിപ്ലൈ തരാൻ പണ്ടത്തെ പോലെ അങ്ങോട്ട് പറ്റണില്ല. എന്നാൽ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള മെസ്സേജസ് കണ്ടപ്പോൾ ശരിക്കും കണ്ണിറങ്ങി അത്രയ്ക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പ്രീവിയസ് 2 pregnancy പോലെയല്ല ഈ ഒരു പ്രഗ്നൻസിയിൽ മുന്നോട്ട് പോയിണ്ടായിരുന്നത്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നുവെച്ചാൽ മുന്നത്തെ 2 പ്രഗ്നൻസിയിലാണെങ്കിലും എനിക്ക് വിചാരിക്കും എൻ്റെ വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പം ആദ്യത്തെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വേറെ കുട്ടികളെ പറ്റി ഒന്നും ചിന്തിക്കാനില്ല. തുമ്പിമോളുടെ പ്രഗ്നൻസി ഫുൾ ടൈം ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ഡെലിവറി ടൈമിലാവുമ്പോഴത്തേക്കാണ് ഏട്ടന് പോകേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക, അല്ലുവിനെ നോക്കണം, അല്ലുവിൻ്റെ എല്ലാ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളൊരു ടെൻഷൻ അവിടെ കുറച്ച് കുറഞ്ഞത് വൈശാഖേട്ടൻ നാട്ടിലുള്ളതുകൊണ്ടായിരുന്നു. ഇത്തവണ എല്ലാം, അതായത് വൈശാഖേട്ടൻ നാട്ടിലില്ല, അമ്മ അടുത്തില്ല, നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ വെച്ചില്ല, പിന്നെന്താ പറയുക, എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും, 2 മക്കളുടെ കാര്യവും, അതിൻ്റെ കൂടെ നമ്മുടെ ഈ പുതിയ കുഞ്ഞുവാവയുടെ കാര്യവും, നമ്മുടെ ചാനലും ഒക്കെ മുന്നോട്ട് റൺ ചെയ്യിക്കാൻ അത്യാവശ്യം നന്നായിട്ട് എഫേർട്ട് ഇട്ടുണ്ട്. എഫേർട്ട് മാത്രമല്ല, എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ മറ്റൊരാളെ മാക്സിമം ബുദ്ധിമുട്ടാക്കാതെ ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെൻ്റെ ഹെൽത്ത് വൈസ് മാത്രമല്ല, ബാക്കി ഏട്ടൻ നാട്ടിലുണ്ടെങ്കിൽ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ലോ. അപ്പോൾ ഏട്ടൻ നാട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മറ്റൊരാളെയും ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ സ്ട്രഗിൾ ചെയ്യാളൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ രാത്രി എനിക്ക് സങ്കടമാവും. രാത്രി കിടക്കാൻ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. സോ അതിലേക്കാണ് ഈ മരുഭൂമിയിലൊരു കുളിർമഴ എന്നൊക്കെ പറയുന്ന പോലെയാണ് വൈശാഖേട്ടൻ അങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പം ഞാനും ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ്. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, എല്ലാവരും കമൻറ്റ് ഇടണേ കാണുന്നുണ്ട്, ദൃശ്യ ചേച്ചി ഇപ്പോൾ കുറച്ച് സുന്ദരിയായിട്ടോ, അല്ലെങ്കിൽ വൈശാഖേട്ടൻ വന്നുകൊണ്ട് ബ്ലഷ് അടിക്കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ, ഇതുവരെ ഉള്ളത് നിങ്ങൾ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ എല്ലാ ക്രെഡിറ്റും ഏട്ടനായില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് അങ്ങനെയൊക്കെ. ഇനി നമ്മുടെ ബേബിയുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം കറൻ്റ്ലി എനിക്ക് 34 weeks ആയി. 34 weeks ആൻഡ് ഫ്യൂ ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്ത്, നിങ്ങൾക്ക് അറിയാലോ, നല്ലോണം ഡയറ്റ് എടുത്ത് ഷുഗറൊക്കെ നന്നായി കൺട്രോൾ ചെയ്ത് ഞങ്ങൾ സെറ്റായിപ്പം ഇച്ചിരി അഹങ്കാരം കയറിയോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഞാൻ പിന്നെ കുറച്ചൊന്നിങ്ങനെ അയഞ്ഞു. അതായത് അത്രയും സ്ട്രിക്റ്റ് ഡയറ്റ് വേണ്ട, ഭയങ്കര ഷുഗർ കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ലൂസാക്കി, ഒന്ന് ലിബറലാക്കിയപ്പോൾ എൻ്റെ ഷുഗർ കൂടി ഗൈസ്. പിന്നെ അതങ്ങോട്ട് കുറയുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് കുറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ആ സമയം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതായത് ഒരു 7 times ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മൾ അതിനായിട്ട് ഫുഡ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രോപ്പർ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അത് എനിക്ക് ആവതുള്ള സമയത്ത് ഞാൻ നന്നായി ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് നന്നായി ഷുഗർ കുറഞ്ഞു. പിന്നെ ഞാനങ്ങ് സൈഡായി.
എനിക്ക് തീരെ പറ്റാത്തൊരു സമയം. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും, എല്ലാത്തിനും വയ്യ എന്ന് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് എനിക്ക് ആ ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് എനിക്ക് മാത്രമായിട്ട് നോർമൽ ഫുഡ് അല്ലാതെ നമ്മൾ പോയി സാലഡും അതും ഇതൊക്കെ ഉണ്ടാക്കിയാണല്ലോ അതിന് മുന്നേ നമ്മൾ ഡയറ്റ് മാനേജ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും എനിക്ക് പറ്റാണ്ടായി. പിന്നെ ഒരു 7 നേരമായിട്ട് ഫുഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഞാൻ അത്രയും ടൈം നോക്കി അതിനനുസരിച്ച് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് അത്രയും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് കട്ടിൽ അങ്ങനെ ഞാൻ കിടന്നാൽ മതി, വേറൊന്നും എനിക്ക് ചെയ്യണം, എനിക്ക് കിടക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും എനിക്ക് ക്ഷീണം ഉണ്ടായൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയമാണ് ഞാൻ എൻ്റെ ഡയറ്റ് ഒന്ന് കയ്യിൽ നിന്ന് പോയത്. ആ സമയം അത്യാവശ്യം ഷുഗർ കയറിയത് മാത്രമല്ല, അപ്പോൾ ഞാൻ ചെക്കപ്പിന് ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടർ വയറൊക്കെ ഒന്ന് നോക്കി ഒന്ന് പരിശോധിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഐ തിങ്ക് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് തോന്നുന്നു, നമ്മൾ നേരെ പോയി ഒരു ഗ്രോത്ത് സ്കാൻ എടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാൻ എടുക്കാൻ പോയി. ഷുഗർ ഓൾറെഡി ഒരു എത്രയായിരുന്നു 50 എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പം FBS അല്ല PPBS, ഭക്ഷണത്തിന് ശേഷമുള്ളത്. അതും കൂടെ ആയപ്പം എൻ്റെ കിളി പാറി. കാരണം അല്ലൂസിൻ്റെ എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു. അതെനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. തുമ്പിമോളേനെ ഞാൻ വിചാരിച്ചു, എനിക്ക് വലിയ വയറ് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനും ഫ്ലൂയിഡ് കൂടുതലായിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു, മോളെ ഇത് ഫ്ലൂയിഡ് അല്ല, ഇതൊക്കെ എൻ്റെ ബേബി തന്നെയാണ്. കാരണം തുമ്പിമോൾ ബിഗ് ബേബി ആയിരുന്നു. അതായത് അല്ലൂസും 3 kg ആയിരുന്നു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ തുമ്പിമോൾ 4 അടുത്തുണ്ടായിരുന്നു. 3.7 സംതിങ് അങ്ങനെ എന്തോ ആണ് തുമ്പീൻ്റെ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റുള്ള ബേബി, എനിക്കധികം ഹൈറ്റും ഇല്ല. പിന്നെ ബേബിക്ക് ഷോൾഡർ ഉണ്ടായിരുന്നു. ഇപ്പം കാണുന്ന ആ ചീള് സാധനത്തിന് കണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് സിസേറിയൻ ആയിരുന്നു. പിന്നെ ആ സമയത്ത് അച്ഛൻ ആക്സിഡൻ്റ് ആയി കിടക്കുന്നതിൻ്റെ ടെൻഷനും കാര്യങ്ങളും, എനിക്ക് പ്രഷർ വേരിയേഷൻ ഉണ്ടായി, ഷുഗറിൻ്റെ ലെവൽ കൂടി. അപ്പോൾ അതൊക്കെ ആയപ്പം ഡോക്ടർ പറഞ്ഞു റിസ്ക് എടുക്കണ്ട, CS ചെയ്യാമെന്ന്. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ എത്രയും പെട്ടെന്ന് CS ചെയ്ത് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് അമ്മയ്ക്ക് പോവാലോ, ലൈക്ക് ആ ഒരു തോട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ അന്ന് CS ഓക്കെ പറഞ്ഞത്. അങ്ങനെ തുമ്പിമോളുടെ സിസേറിയൻ ആയിരുന്നു. ആൻഡ് ഇത് ഇപ്പം ഞാൻ സ്കാൻ ചെയ്തിട്ട് അതിൽ ഫ്ലൂയിഡ് ചെറിയ രീതിക്ക് മൈൽഡ്ലി ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവറായിട്ട് ഇൻക്രീസ്ഡ് അല്ല, പക്ഷെ എന്നാലും ഫ്ലൂയിഡ് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം ഷുഗർ കൂടുതലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷുഗർ ടെസ്റ്റ് ചെയ്തതിലും 138 ആണ് PPBS വന്നിട്ടുള്ളത്, അതായത് ഫുഡിന് ശേഷമുള്ളത്. അതിൻ്റെ മുന്നത്തത് 90 സംതിങ് അങ്ങനെ എന്തോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം FBS കുഴപ്പമില്ല, പക്ഷെ PPBS ഫുഡ് കഴിച്ചിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇൻസുലിൻ്റെ അളവ് വീണ്ടും കൂട്ടി. ഇൻസുലിൻ്റെ അളവ് കൂട്ടുമ്പോൾ നമ്മൾ സേഫാണെന്ന് വിചാരിക്കരുത്. ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഗ്രോത്ത് ഹോർമോണാണ്. അപ്പം ബേബിക്ക് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓൾറെഡി ഫ്ലൂയിഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ബേബിക്ക് വെയിറ്റും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഓ മൈ ഗാഡ്, ഇപ്പം തന്നെ എനിക്ക് ആക്ച്വലി ഈ ഒരു ഇതിൽ കറക്റ്റ് ബേബിയുടെ വെയിറ്റ് ഓക്കെ ആണ്, പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ബേബിക്ക്. അപ്പോൾ ഇനി ഡെലിവറിൻ്റെ ടൈം ആകുമ്പോൾ ലാസ്റ്റ് മന്ത്സിലേക്കാണ് ബേബിക്ക് പെട്ടെന്ന് ഒരു വെയിറ്റ് ഗ്രോത്ത് കൂടുതലുണ്ട്. അപ്പോൾ വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ചെയ്യുന്ന ഒരു മന്താണ് ലാസ്റ്റ് മന്ത്സ് എന്ന് പറയുന്നത്. 8, 9 ആ ഒരു മന്തിലാണ് നന്നായിട്ട് വെയിറ്റ് കൂടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ബിഗ് ബേബി പ്ലസ് ഫ്ലൂയിഡ് കൂടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഈ കുന്ത്രാണ്ടം പഠിച്ചുകൊണ്ടുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഈ ഓവർ തിങ്ക് ചെയ്തിട്ടും എനിക്കതായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും എന്നോട് ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മന്ത് എൻ്റെ ക്രൂഷ്യൽ മന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ടെൻഷൻ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ദൃശ്യ എന്ന് പറയുന്ന ഡോക്ടറാണ്. പക്ഷേ ഇത്തവണ ഞാൻ പോയപ്പോൾ പറഞ്ഞു, ദൃശ്യ ഈ മന്ത് നിനക്ക് ക്രൂഷ്യലാണ്, നീ ഷുഗറിൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഫ്ലൂയിഡ് കൂടും, ബുദ്ധിമുട്ടാവും, അപ്പോൾ നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെയ് ലാസ്റ്റാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. മെയ് ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് CS ചെയ്യാം. അതായത് നമുക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ നേരത്തെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനത് ബുദ്ധിമുട്ടാവും. അപ്പോൾ കഴിയുന്നതും നമുക്ക് ഒരു 37 വീക്സോളം നമുക്ക് മുന്നോട്ട് പോകണം. ഇപ്പോൾ 34 കഴിഞ്ഞ് 34 കംപ്ലീറ്റ് ആയി 35ലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരു 2 വീക്സ് ഒക്കെ ഇനി ഉണ്ടാവും, 2 or 3 വീക്സ്. മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് CS ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് സിറ്റിങ്ങിലായിരിക്കും മേ ബി ഡേറ്റ് പറയാം. അതിൻ്റെ മുന്നേ എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് ഷുഗറിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് ഡോക്ടറെ കാണിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവും അറിയില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സമയം നമ്മൾ കൈവിട്ട് പോകാന്നൊക്കെ പറയില്ലേ, ഇതെങ്ങനെ കൈവിട്ട് പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. എന്നാലും ഇത് ക്രൂഷ്യലാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇവിടെ അമ്മയ്ക്കും ഏട്ടനൊക്കെ ഒരു പേടിയുള്ളത് കൊണ്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സൊന്ന് വ്യതിചലിക്കുമ്പോൾ അവരെന്നെ തിരിച്ചു കൊണ്ടുവരും. വേണ്ട, കഴിക്കണ്ട, അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടല്ല ഗൈസ്. എൻ്റെ ഒരു അവസ്ഥയല്ലേ ചോക്കണം. പ്രഗ്നൻ്റ് ആയിട്ട് പോലും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, പിന്നെ
ആരൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗറിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്, അല്ലെ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറഞ്ഞിട്ട്. ഞാൻ ആ വീഡിയോ, എനിക്ക് അറിയില്ല ഞാനും ആ വീഡിയോ തമ്മിൽ എന്താ അത്ര പ്രശ്നമെന്ന്. ആ വീഡിയോ ഞാൻ എപ്പോൾ എടുക്കാൻ പോകുമ്പോഴും എന്തെങ്കിലും കാരണം ഉണ്ടാവും പിന്നോട്ട് വലിയാൻ വേണ്ടിയിട്ട്. സോ ആ വീഡിയോ ഞാൻ എന്തായാലും ചെയ്തിരിക്കും ഗൈസ്. കാരണം അത്രയും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് 10 പേർക്കാണെങ്കിൽ 10 പേർക്ക് അത് ഉപകാരമാവട്ടെ, ഞാൻ ചെയ്യണം വിചാരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ മാക്സിമം ചെയ്ത് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ഇനിയിപ്പം അമ്മ ഈ വീക്കിൽ വരും കേട്ടോ. അമ്മ ഈ വീക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ബേബിയൊക്കെ ഒന്ന് സ്റ്റേബിളായി, ഞാനൊക്കെ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ അമ്മ ഒരു 4-5 ദിവസത്തിനുള്ളിൽ അമ്മയും വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. പിന്നെ വയറ് ഇടിഞ്ഞു, കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറ് ഇടിഞ്ഞിട്ടുണ്ട്, വയറ് നന്നായി താഴ്ന്നിട്ടുണ്ടെന്ന്. അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗഡിലേക്ക് ബേബിയുടെ തല ഇറങ്ങി വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് അത് എന്താ പറയുക, അയ്യോ ഞാൻ സാധാരണ എനിക്ക് CS ആണ്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഭാവി നമുക്ക് CS ആണ്, സിസേറിയൻ ആണ്, അതുകൊണ്ട് നീ ധൃതി പിടിച്ചിങ്ങോട്ട് വരണ്ട, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്തോ അങ്ങനെ. അപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ പോകുന്നത്. പ്രസവത്തിനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, നടക്കുമ്പോൾ തോന്നും ഇരിക്കാൻ, ഇരിക്കുമ്പോൾ തോന്നും കിടക്കാൻ, കിടന്നിട്ട് മറിയാനും തിരിയാനും പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സ്കാനിങ്ങൾ സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞത്, ബേബി വെറുതെ അങ്ങനെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ കുട്ടിക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുട്ടി വെറുതെ പൊക്കൾ കൂടി എടുത്ത് തലയെ കൂടി ചുറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതത്ര ടൈറ്റ് ആയിട്ടൊന്നുമല്ല, ലൂസായിട്ടാണ് അത്. പിന്നെ മൂത്തേറ്റങ്ങളെ സ്വഭാവം കാണിക്കുക എന്നൊക്കെ പറയില്ലേ, ഇത് അതുപോലെ ആയിരിക്കാം. കാരണം അല്ലൂസും തുമ്പി രണ്ടുപേരും ഇതുപോലെ തന്നെയായിരുന്നു. പൊക്കിൾ കൊടി എടുത്തിട്ട് കഴുത്തിന് ചുറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ ദതുപ്പ് കൂട്ടാണ് ഇതും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ അതൊന്നും റിസ്കി അല്ല കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ പ്രസൻറ്റേഷൻ സെഫാലിക് ആണ്. അത് ചിലപ്പം ആരെങ്കിലുമൊക്കെ ചോദിക്കാതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ, സെഫാലിക് പ്രസൻറ്റേഷൻ ആണ്, തല താഴേക്കാണ് വന്നിരിക്കുന്നത്. CS ആകുമ്പോൾ പിന്നെ അത് വേറെ ഒന്നും പ്രശ്നമല്ലല്ലോ. അപ്പം ഇതിൽ നിർത്തണം, ഇനി പരിപാടിക്കില്ലേ, ഞാൻ മതിയായി എനിക്ക്. അപ്പം എന്താ നൃത്തം കൂടെ ചെയ്യുമ്പോൾ പെയിൻ കൂടും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയും, നമ്മൾ പഠിക്കുന്നതിന് കൂട്ടത്തല്ലാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുമല്ലോ. സോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് സിസേറിയൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുന്ന ഇതും കൂടി ചെയ്യുമല്ലോ, അപ്പോൾ പ്രോസസ്സും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻ കൂടും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അതിൻ്റെ ഒരു പേടിയൊക്കെ എനിക്കുണ്ട്. അത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഷുഗർ തന്നെയാണ് നമുക്ക് വില്ലൻ. BP ഒന്നും ഒക്കെ നോർമൽ, എപ്പോഴും കുറവാണ് ഉണ്ടാവാറ്. അപ്പം അങ്ങനെയൊക്കെ. ഇനിയിപ്പം അടുത്തതെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചിലപ്പം ഡേറ്റ് പറയുമായിരിക്കും. KMCTയിലാണ് കേട്ടോ. അപ്പം റീസെൻ്റ്ലി KMCTയിൽ ആരെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ, ഇൻസ്റ്റയിലോ എങ്ങനെയെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ. പിന്നെ കട്ട മെയ് 22-ന് തിരിച്ചു പോകും. അപ്പോൾ ഓൻ പറയണത് അതിൻ്റെ മുന്നേ പ്രസവിക്കുന്ന, അപ്പം എനിക്ക് കുട്ടീനെ കൂടെ കണ്ടിട്ട് പോകാമല്ലോ എന്നൊക്കെയാണ്. പക്ഷേ എന്താണെന്ന് അറിയില്ല. വളകാപ്പ് നടത്തുന്നില്ലേ എന്നും കുറേ പേര് ചോദിച്ചു. ആക്ച്വലി വളകാപ്പ് നടത്തുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ബിക്കോസ് ഇതെൻ്റെ 3rd പ്രഗ്നൻസി ആണെന്നുണ്ടല്ലോ, ഇതുവരെ ഞാൻ വളകാപ്പ് നടത്തിയിട്ടില്ല. വളകാപ്പ് ഒരു ട്രെൻഡിങ് ആയി നിന്ന സമയം തൊട്ട് ഇങ്ങോട്ടേക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ തുമ്പീൻ്റെ പ്രഗ്നൻസിയാണ് എനിക്കുണ്ടായിരുന്നത്. ആ സമയത്ത് എന്താണെന്ന് അറിയില്ല, ഞാൻ വളകാപ്പ് നടത്തിയിട്ടില്ല. അല്ലൂസിൻ്റെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ചടങ്ങുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലാതെ വളകാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ നടത്തിയിട്ടില്ല. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും വളകാപ്പ് നടത്തണമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചൊരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കുറേ കാര്യങ്ങളെല്ലാം മേക്കപ്പ് അത് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ആ ഒരു സമയത്ത് അച്ഛമ്മേൻ്റെ മരണം ഉണ്ടാകുന്നത്. സോ ഞാനത് ക്യാൻസൽ ചെയ്തു. ദെൻ ഏട്ടൻ വരികയാണ് എന്നൊരു ഇത് കേട്ടപ്പം പിന്നെ ഇനി ഏട്ടൻ വന്നിട്ട് നോക്കാം എന്നുള്ളതായി. അപ്പം വന്ന് അപ്പം ഇത്ര എത്തി നിൽക്കുകയാണ്. ഇനി 2 ആഴ്ച ഏറിപ്പോയ 3 ആഴ്ച ഇത് കഴിയുമ്പോൾ എൻ്റെ ഡെലിവറി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു വളകാപ്പ് നടത്താൻ പറ്റുമോ, എൻ്റെ ഹെൽത്ത് അതിന് സമ്മതിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലാണ് ഞാൻ. എനിക്ക് നടത്തണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ബിക്കോസ് ഇനിയൊരു ചാൻസിൽ അതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണേ. അപ്പോൾ അതുകൊണ്ട് നടത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കാം, നമുക്ക് നടത്തണം എന്തായാലും നിങ്ങളോട് അറിയിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ എന്താണ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വളകാപ്പിൻ്റെത്. പിന്നെ ഏട്ടനെ കൂടെ ഒരു ഷൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഒക്കെ ആഗ്രഹങ്ങളാണ്. എൻ്റെ ഹെൽത്ത് എന്താവും അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ വളകാപ്പ് നടത്താമെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയാം, വളകാപ്പൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് തലേന്ന് അങ്ങനെ വേദന ഒന്ന് പ്രസവിച്ചാലോ എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയാതിരാ, അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറേ കമൻറ്റ്സ് ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് ഓർമ്മയില്ല ഗൈസ്, അതാണ്.
പിന്നെ അപ്പൂൻ്റെ കുഞ്ഞിൻ്റെ 56ന്റെ കാര്യം ആയിരിക്കും വിശേഷമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ആസ് സൂൺ ആസ് പോസിബിൾ എനിക്ക് ബേബീനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാനിങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണും, അങ്ങനെ അല്ലാണ്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലൂട്ടൻ അതുകൊണ്ട് ഭയങ്കര വീമ്പാണ് ഗൈസ്. ഓൻ പോയി, ഓൻ എടുത്തു, ഓൻ ഉമ്മ വെച്ചു എന്നൊക്കെ പറയും. എൻ്റെ അടുത്തും തുമ്പിയുടെ അടുത്തൊക്കെ ഭയങ്കര പറച്ചിലാണ് കേട്ടോ. അതുകൊണ്ട് സഹിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാനാ. ഇനിയിപ്പം ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അപ്പു വാവനെ കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ എൻ്റെ ഡെലിവറി ഞാൻ സ്റ്റേബിൾ ആകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോയി കാണാം. അങ്ങനെ കാണണം എന്തായാലും. പിന്നെന്താണ്, ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ. ഓക്കെ, അല്ലേ, അത്രയ്ക്കല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഷുഗറിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് ഭയങ്കര ഷുഗർ ആകുമ്പം കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് എനിക്ക് ഈ സാധനം പഠിച്ചതുകൊണ്ടും കൂടെ അതിനെക്കുറിച്ച് നല്ല ബോധവാനാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കമൻറ്റ് ബോക്സിൽ എപ്പോഴും അല്ലെങ്കിൽ എന്നെ പേഴ്സണലി ചോദിക്കുന്നതാണ്, കുറേ പേര് ചോദിക്കാറുണ്ട്, പിന്നെ വാവേൻ്റെ അനക്കം കിട്ടുന്നുണ്ടോ, വാവ അനങ്ങുന്നുണ്ടോ ചേച്ചി, എനിക്ക് ഇത്ര മനസ്സായി, എനിക്ക് ഇത്ര അനക്കം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ. നമുക്കുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഒരാളുടെ തന്നെ എല്ലാ പ്രസവങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം അല്ലുവിൻ്റെ എനിക്ക് 4 months ഓൺവേർഡ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക് അനക്കം കിട്ടി തുടങ്ങിയത്. തുമ്പീൻ്റെത് 5th month ആയിട്ടുണ്ട്. ഈ വാവയുടേതാണെങ്കിൽ 4 months ലാസ്റ്റ് 5 months സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വയറിൽ കൈ വെക്കുമ്പോൾ ഇവർക്കാർക്ക് കിട്ടാറില്ല. എനിക്ക് ഉള്ളുന്നൊരു ഉരുളിച്ചയും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. സോ അനക്കം എന്നുള്ളത് അത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും പിന്നെ പ്ലാസൻ്റെൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ബേസ്ഡ് ആയിരിക്കും. പക്ഷെ എനിക്ക് അതും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഏതൊക്കെയോ പ്രസവങ്ങൾക്ക് അല്ലുവിനാണ് തുമ്പീനാണ് ഏതോ ഒരാളുടേത് ആൻറ്റീരിയറും ഒരാളുടെ പോസ്റ്റീരിയറും ആയിരുന്നു. ഇയാളുടേത് ആൻറ്റീരിയർ ആണ്. സോ അനക്കം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വാവയുടേത് അറിയാറുണ്ട്. പക്ഷേ നമുക്ക് ഷുഗർ ഉള്ള ആൾക്കാർ എസ്പെഷ്യലി അനക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഫ്ലൂയിഡ് കൂടുക അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഇവരുടെ അനക്കം കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഹേസുവിൻ്റെ കരച്ചിൽ പിന്നാമ്പുറത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കേട്ടോ, അവിടെ ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റുള്ളവരുടെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് അവർക്ക് എത്ര അനക്കം ഉണ്ടല്ലോ എനിക്ക് എത്ര അനക്കം അങ്ങനെ നോക്കണ്ട. തലേന്നത്തെ അതായത് നമ്മുടെ പ്രിസീഡിങ് ഡേയ്സിലെ പിന്നെ അനക്കവും നമ്മുടെ ഇന്നത്തെ അനക്കവും തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. ആൻഡ് 7 months 6 ലാസ്റ്റ് 7 ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ബേബിക്ക് വയറിൽ കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവർ ആ ഓടി ഉരുണ്ട് കളിക്കുന്ന ആ ഒരു അനക്കൊന്നും ചിലപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ ലാസ്റ്റിലേക്ക് ആ ഒരു ഉരുളിച്ചയ്ക്ക് പകരം പൊന്തി വരുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് നന്നായി ഇങ്ങനെ ഉയർന്നു വരും. കയ്യോ കാലോ ഒക്കെ ഇങ്ങനെ ഉയർന്നു വരും. കയ്യോ കാലോ ഒന്നും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോഴൊന്നും. പക്ഷെ എന്നാലും ഇങ്ങനെ ഉന്തി ഇങ്ങനെ വരും. അതായത് അവർക്ക് അത്രയല്ലേ സ്പേസ് ഉള്ളൂ അവിടെ. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെതായ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷൻസും കാര്യങ്ങളും ഒന്നും കൊണ്ടു നടക്കാതിരിക്കുക. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, ഷുഗർ വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ടേ കൺട്രോൾ ചെയ്യുക. കുന്തം വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലൊക്കെ ഇത് ഭയങ്കര നമ്മളതിന് പ്രോണാണ്. അത് നമ്മൾ എന്താ പറയുക, നമുക്ക് ഷുഗർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫസ്റ്റ് തൊട്ടിട്ട് നമ്മൾ ഷുഗർ എടുക്കുന്നത് കുറച്ച് കുറയ്ക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കാം. അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ തൈറോയ്ഡ് എനിക്കിപ്പോൾ വലിയ സീനില്ല, ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിക്കായിരുന്നു മെഡിസിൻ എടുത്തെങ്കിൽ, പിന്നെ ഇച്ചിരി തൈറോയ്ഡ് ഇച്ചിരി എലവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ലാണ്ട് നമ്മളെ ബേബീനെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണല്ലോ. ഡെയിലി നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതല്ലേ. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. എന്നെക്കുറിച്ച് ഇത്രയും കൺസേൺ ആവുന്നതിലും എൻ്റെ സന്തോഷങ്ങളിൽ നിങ്ങളും സന്തോഷം കണ്ടെത്തുന്നതിലും എൻ്റെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ അറിഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബേബി, സീ യു, ബൈ.